UDFന്റെ MLA ആയ സണ്ണി ജോസഫ് പറയുന്ന ഒരു ചാനലിൽ പറഞ്ഞു, ഈ വളരെ പെട്ടെന്ന് എത്താൻ വേണ്ടി പറ്റുന്നുണ്ട്, അങ്ങനെ റോഡുകളൊക്കെ ഏറ്റവും മികച്ചതാണെന്നുള്ളൊരു സർട്ടിഫിക്കറ്റ്. അത് എപ്പോഴാണെന്നുള്ളത് അദ്ദേഹം നല്ലോണം ഓർമ്മിക്കുന്നത് നല്ലതാണ്. 2016 മുതലല്ലേ ആ മാറ്റം ഉണ്ടായത്. ഈ മലയോര ഹൈവേയുടെ കാര്യം തന്നെ, ഇപ്പം മലയോര മേഖലയിൽ പോയാൽ ഒരു വലിയ വികസിത രാജ്യത്ത് ചെന്ന അനുഭവമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവുക. ഈ മലയോര ഹൈവേ ആണെങ്കിൽ നേരത്തെ VS ഗവൺമെന്റിന്റെ കാലത്താണ് ആരംഭിച്ചത്. ആ സമയത്ത് അതൊരു മണ്ഡലത്തിന് മാത്രം ഉള്ളതല്ല. ചെറുപുഴ നിന്ന് ആരംഭിച്ച് ശ്രീകണ്ഠാപുരം, അല്ല നമ്മുടെ ഉളിക്കൽ വഴി, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇരിക്കൂർ മണ്ഡലം കഴിഞ്ഞിട്ടാണ് പേരാവൂർ മണ്ഡലത്തിലേക്ക് കടക്കുന്നത്. അപ്പൊ ആ കാലത്ത് ഞാനായിരുന്നു പേരാവൂർ MLA. അതിന്റെ അലൈൻമെന്റ് ഒക്കെ ഫിക്സ് ചെയ്യുന്നതിന് ജനങ്ങൾ ഓർമ്മിക്കുന്നുണ്ട്. എടൂരൊക്കെ പിന്നെ മീറ്റിങ്ങുകൾ, നാട്ടുകാരുടെ യോഗമൊക്കെ വിളിച്ചു ചേർത്ത് റോഡിന് ആവശ്യമായിട്ടുള്ള അലൈൻമെന്റ് സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി അവരുടെ കൺസെന്റ് മേടിച്ചു അങ്ങനെ തുടങ്ങിയൊരു വർക്കാണ്. എന്നാൽ UDF ഗവൺമെന്റിന്റെ 5 വർഷക്കാലം അത് മന്ദീഭവിച്ചു പോവുകയാണ് ചെയ്തത്. പിന്നീട് അത് ഊർജ്ജസ്വലമായി വീണ്ടും തുടങ്ങിയത് 2016 ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ്. പ്രധാനമായിട്ടും കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് സാധിച്ചു. മലയോരം മാത്രമല്ലല്ലോ, തീരദേശ ഹൈവേ ഉണ്ട്. അതുപോലെ PWD റോഡുകളെല്ലാം ബിറ്റുമിൻ മെക്കാഡം, ബിറ്റുമിൻ കോൺക്രീറ്റ്, BMN BC ചെയ്യണം എന്ന തീരുമാനം എടുത്തതും ഈ ഗവൺമെന്റിന്റെ ഭാഗത്താണ്. ആയിരക്കണക്കിന് കിലോമീറ്റർ റോഡ് ഹൈവേക്ക് വെളിയിൽ തന്നെ മെക്കാഡം ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കി. അപ്പോൾ റോഡുകൾ ഇങ്ങനെ വളരെ മനോഹരമായി മാറിയത് LDFന്റെ നയത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളത് അദ്ദേഹം കാണുന്നുണ്ട്.